റെയിൽവേ യാത്രാക്കൂലി വർധനവിലും കേരളത്തോടുള്ള അവഗണനയ്ക്കും റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തിനുമെതിരെ CPI ജില്ലയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സായാഹ്ന ധർണ നടത്തി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളോ ധർണകളോ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതാണോ ഇന്ന് കേരളത്തിന്റെ റെയിൽവേ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ സമരം കൊണ്ട് പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചവരുണ്ട്, ചോദിക്കുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. സ്വാഭാവികമാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഒരു പ്രതിഷേധ പ്രകടനം കൊണ്ടോ ഒരു സമരം കൊണ്ടോ മാത്രം നേടാൻ കഴിയുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കേരളത്തോട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നത് പ്രകടിപ്പിക്കാൻ കേരളീയ സമൂഹത്തിന് ബാധ്യതയുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു സമരം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ലെങ്കിലും ഒരുപാട് സമരങ്ങളുടെ ഫലമായിട്ട് മാത്രമേ കേരളീയ സമൂഹത്തിന്റെ ശബ്ദം കേന്ദ്ര ഭരണാധികാരികളും പ്രത്യേകിച്ച് റെയിൽവേ മേലധികാരികളും എല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യം, മര്യാദക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ സാധാരണ നടത്താറുള്ള റെയിൽവേയിലെ ടിക്കറ്റ് പരിശോധകർക്ക് അപൂർവമായിട്ടായിരിക്കും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളെ കാണാൻ. M. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ്, AIYF ജില്ലാ സെക്രട്ടറി സുനിൽ മാടക്കൽ, A. ദാമോദരൻ, B. കൃഷ്ണൻ ഏരിക്കുളം, B. കണ്ണൻ, കരുണാകരൻ കുന്നത്ത്, CK ബാബുരാജ് എന്നിവർ സംസാരിച്ചു.